കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. മിടുക്കനായിട്ടൊരു ഉണ്ണി, നല്ല കൗതുകം, നല്ല തടിച്ചൂരുണ്ട്, നല്ല കൗതുകമുള്ള ഒരു ഉണ്ണി കാണാൻ. കുഞ്ഞിക്കാലുമല്ലതാ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കുമ്പേന്റെ മുളതാ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. അതൊക്കെ കൗതുകമുണ്ട് കാണാൻ. ഉണ്ണി ആ കുഞ്ഞിക്കൊമ്പ് കാണാനൊക്കെ കൗതുകമുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല, രണ്ടിന്റെ നടുവിലും ലേശം നല്ല വലിപ്പമുള്ള ഒരു സ്വർണ്ണഗോപി, നല്ല ഭംഗിയുടെ. അത് സ്വർണ്ണഗോപി വെച്ചാൽ ഇങ്ങനെ തിളങ്ങുണ്ടാകുന്ന വിളക്കിന്റെ ശോഭയിൽ കേട്ടോ. അതെ, സാധാരണ ഗോപീയത്തിലൊക്കെ അല്ല, ലേശം വലിപ്പമുള്ള ഗോപീയത്തിലൊക്കെ ആ മാറത്ത്. കൈവളകൾ, തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവും ഓടക്കോളിലും പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കൈയിങ്ങനെ അരയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നിൽക്കുന്നത്. ഇടത്തെ കൈ അരയിലെ ഒരു ലേശം ഇങ്ങനെ പിന്നാക്കായിട്ട് ഈ താമരപ്പൂവും ഓടക്കൊള്ളും കൊണ്ട് ഓടി വരികയാണെന്ന് തോന്നുന്നു. കണ്ട അങ്ങനെയാണ് നിൽക്കണ കാണാം. നല്ല കൗതുകണ്ട് കാണാൻ. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിയിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസം, മിടുക്കനാണ്. നല്ല കൗതുകമുള്ള പുഞ്ചിരി കാണാനും കൗതുകണ്ട്. ഉണ്ണിക്കണ്ണനെ മൊത്തത്തിൽ കാണാൻ നല്ല കൗതുകം. നല്ല തടിച്ചിരുന്ന് മിടുക്കനുടെ ഉണ്ണി പുഞ്ചിരി തൂക്കിയും കൊണ്ട് ഗോപുരത്തിലകം ചെവിയിലെ പൂവും എല്ലാം തിളങ്ങണമുണ്ട്. നല്ല കൗതുകമുണ്ട് കാണാൻ. പുഞ്ചിരി കാണാൻ അതിലേറെ കൗതുകം. അതുപോലെ പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിന്റെ മുകളിൽ വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ട് രണ്ട് തിരുമുടിമാല, പിന്നെ തെച്ചിപ്പൂ വെളുത്ത പൂവും മാത്രമായിട്ട് ഒരു തിരുമുടിമാല, അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിയിരിക്കുന്നത്. കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകൾ. ഒന്ന് തെച്ചി തുളസിയും വെളുത്തപ്പൂ ഇങ്ങനെ കലർന്ന ഇടകൾ, നല്ല ഭംഗിയുണ്ട്. തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല തന്നെയാണ്. മറ്റേ ഉണ്ടമാല താമരയും തുളസിയും തെച്ചിയായിട്ടുള്ളതാണ്. അങ്ങനെ ഒന്ന്, അങ്ങനെ രണ്ട് ഉണ്ടമാലകളും മൂന്ന് തിരുമുടിമാലകൾ ആ ഗുരുവായൂരപ്പൻ ചാർത്തിരിക്കുന്ന കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. ഉണ്ണിക്കണ്ണനെ കണ്ടാൽ നല്ല സന്തോഷം, വാരി എടുക്കാമെന്ന് തോന്നുന്നു. അത്ര മിട്ടുമിടുക്കനായിട്ടൊരു ഉണ്ണി. അവർ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. താമരയും തുളസിയും ആയിട്ട് രണ്ടെണ്ണം, പിന്നെ തെച്ചിയും തുളസി ഇങ്ങനെ ഇടകൾ നല്ല ഭംഗിയായിട്ട് വനമാല പോലെ അകത്തെ രണ്ടെണ്ണം, പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസി പൂ മാത്രമായിട്ട് രണ്ടെണ്ണം, അങ്ങനെ 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ ആ താമരപ്പൂവും ഓടക്കോഴും കൊണ്ട് ഓടി വരുന്ന കണ്ടാൽ തന്നെ നല്ല സന്തോഷമാണ്. അത്ര രസമായിട്ടാണ് ഇപ്പോൾ ഒരു ഓടി വരുന്ന ഒരു ചായ, നല്ല സന്തോഷമായിട്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. കാൽ തെറ്റി വീഴുകയും കാണികൾ നോക്കി കൈ കൊട്ടി ചിരിക്കുകയും ചെയ്തിടുമ്പോൾ മങ്ങാത്ത പുഞ്ചിരി തഞ്ചും നിന്നാനനം ബാഷ്പത്താൽ ആർദ്രമായി തീർന്നിടുന്നു. ഈയൊരു കാരണം കൊണ്ടു നീ വിഡ്ഢിയായെങ്കിൽ ഈ സന്ധ്യയ്ക്കു മന്ദം മന്ദം സുസ്മിതം തൂകുന്നൊരാമ്പലും മഞ്ഞാകും കണ്ണുനീർ വാർക്കയാൽ വിഡ്ഢിയാകും. ആളുകൾ വായയിൽ തോന്നിയതോരോന്നു ചൊല്ലട്ടെ, വായ കടഞ്ഞിടട്ടെ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്ത് ആ പൊന്നു ഗുരുവായൂരപ്പൻ പൊന്നോടക്കൊള്ളും താമരപ്പൂവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കണത് കേട്ടോ. നല്ല കൗതുകം ഉണ്ടാകുന്നു ഇപ്പൊ കാണാൻ. ആ പൊന്നു ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. ആ സച്ചിദാനന്ദ കട്ട എന്തൊരു ആനന്ദക്കട്ട തന്നെയാണ് കണ്ടത്. നല്ല കൗതുകണ്ട് കാണാൻ. ആ സച്ചിദാനന്ദ കട്ട എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിക്കുക. ആ രണ്ട് തൃപ്പാദം ഭക്തന്മാരായ നമുക്കുള്ളതാണ്. മുറുകെ പിടിക്കുക, തിരുനാമം ജപിക്കുക. പൊന്നുണ്ണി കണ്ണന്റെ തിരുമുഖം നോക്കിയിട്ട് ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.